ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നേപ്പാളത്തെ സ്പെഷ്യൽ ഡെലിക്കേസി ഉണ്ടാക്കാൻ പോവാണ്. ഈ പലഹാരങ്ങളുടെ പേര് യമരിയാണ്. ഇത് നെല്ലുകൊയ്ത്തിൻ്റെ ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചന്ദ്രമാസത്തിലെ പൂർണ്ണ ചന്ദ്രദിനത്തിനായി ഇത് തയ്യാറാക്കുന്നത്. നമ്മുടെ യമരി നവംബർ ഡിസംബർ മാസത്തിലാണ് ഉണ്ടാക്കാറ്. യമരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയും പിന്നെ ആ അരിപ്പൊടിമേ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചിട്ട് അതിന് സെറ്റാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായി നാരിയൽ ചെരുക്കി കഴിഞ്ഞിട്ട് അത്യാവശ്യം നാരിയൽ ചെരുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര പിന്നെ കപ്പലണ്ടി പിന്നെ എള്ളുപൊടി ഒക്കെ മാറ്റി വയ്ക്കുക. പിന്നെ ആ ശർക്കര ഒക്കെ മെൽട്ടാവാൻ വേണ്ടി അതിനെ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുക. നന്നായിട്ട് ആ മെൽട്ടായി കഴിയുമ്പോൾ നമ്മുടെ ശർക്കര നല്ലവണ്ണം മെൽട്ടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ എള്ളുപൊടി പിന്നെ കപ്പലണ്ടി പിന്നെ നാരിയൽ ചെരുക്കിയത് പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ ചൂട് പോവാൻ വേണ്ടി ആ പാത്രമേ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇതിൽ ഇങ്ങനത്തെ സ്റ്റീമറുണ്ട്. ആ സ്റ്റീമറിമേ നല്ലതായിട്ട് വെളിച്ചെണ്ണയൊക്കെ പെറ്റി കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒരു ഉണ്ടായി എടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കും. അരി ഉണ്ടായി എടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞി കുരി ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തില്ലേ ആ ശർക്കര ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അധികം വയ്ക്കാൻ പാടില്ല. കൂടുതൽ വെച്ചാൽ എല്ലാതും പോവും. ഇത് എൻ്റെ ആദ്യത്തെ പ്രാവശ്യമാണ്. അത് കാരണം നന്നായിട്ട് ഷേപ്പ് കിട്ടിയിട്ടില്ല. നോക്കട്ടെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെയാവാമോ. ഇനി ഇങ്ങനെ ഷേപ്പാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അത് നന്നായിട്ട് സ്റ്റീമാക്കാൻ വേണ്ടി സ്റ്റീമറിൽ എടുത്ത് കൊടുക്കുക. വെള്ളം നല്ലവണ്ണം തിളക്കിയിട്ട് ഇനി ഞാൻ വയ്ക്കാൻ പോവാണ്. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 15 മിനിറ്റ് അത് വേണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഏകദേശം റെഡിയായിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാണ്. അമ്മ കഴിച്ച് നോക്കിയിട്ട് അമ്മ പറയുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തെ കോരിയാട പോലെയാണല്ലോ എന്ന്. പക്ഷേ ഇവിടെ ഇതുമേ കോരിയാടമേ ജീരകം ഇടാറുണ്ട്. ഇതുമേ ഇല്ല. ശർക്കര കപ്പലണ്ടിയും നെയ്യാണ്.